KP Saju ji, TK Govindan ji, V. Kunya Krishnan ji, Advocate Rajivan ji, workers of the UDF, workers of the Congress Party, brothers and sisters, I'd like to welcome all of you here today. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കന്മാരെ, UDFന്റെ കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥികളെ, പ്രിയമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും കർമ്മധീരന്മാരായ പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, നിങ്ങളേവരെയും ഈ മഹാസമ്മേളനത്തിലേക്ക് ഞാനും സ്വാഗതം ചെയ്യുന്നതിന് ആഗ്രഹിക്കുകയാണ്. This election is a fight between two ideologies. The ideology of the left front CPM and the ideology of the UDF and the Congress Party. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം, രണ്ടാശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏകാധിപത്യത്തിന്റെ ആശയം. മറ്റൊന്ന്, ഐക്യജനാധിപത്യ മുന്നണിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആശയം. ഈ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ്. And for the first time we are seeing that there is a partnership between the BJP and the left front. നമ്മൾ ആദ്യമായിട്ട് കാണുന്നു മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു ബന്ധം, ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു കൂട്ടുകച്ചവടം കേരളത്തിൽ അവരേർപ്പെട്ടിരിക്കുകയാണ്. Normally this would be quite surprising that a left party is allying with the extreme right party. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി വലതുപക്ഷ കക്ഷിയായ BJPയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നു. കോൺഗ്രസ് ആണ് അവരുടെ മുഖ്യ ശത്രു. Because they have diametrically opposite ideologies. അവര് യഥാർത്ഥ പുരോഗമന ചിന്താഗതികളെ, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളെ അവർ തകർക്കുകയാണ്. So the question is, how is it possible that left party is partnering with the right party? ചോദ്യം ഇതാണ്, എങ്ങനെ ഒരു യഥാർത്ഥ ഇടതുപക്ഷ പാർട്ടിക്ക് വലതുപക്ഷ ചിന്താഗതിക്കാരുമായി, കക്ഷികളുമായി എങ്ങനെ ഐക്യത്തിലും ധാരണയിലും പോകാൻ സാധിക്കും? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. This is like a puzzle. This is like a puzzle. ഇത് തികഞ്ഞ അവസരവാദപരമായ നയമാണ്. ഇത് തെറ്റായ സമീപനം തന്നെയാണ്. And some answers are sitting with us on the stage. And some answers to this puzzle are sitting on the stage. ഇതിനെ എതിർക്കുന്ന കുറച്ചു പേർ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ തെറ്റായ നയങ്ങളെ എതിർക്കുന്ന പ്രമുഖരായ ചില നേതാക്കന്മാർ ഇപ്പോൾ നമ്മോടൊപ്പം. There are two veteran leaders from the CPM who are sitting on our stage today. CPM പാർട്ടിയുടെ പ്രമുഖരായ രണ്ട് നേതാക്കന്മാർ, ഗോവിന്ദൻ മാസ്റ്ററും കുഞ്ഞികൃഷ്ണനും നമ്മോടൊപ്പം ഈ വേദി പങ്കിടുകയാണ്. Why are they sitting on our stage? എന്തുകൊണ്ടാണ് അവര് നമ്മോടൊപ്പം ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ളത്? Why are they not campaigning for the left front? Why are they not campaigning for the chief minister? എന്തുകൊണ്ടാണ് അവര് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വേണ്ടി അവരെ വോട്ട് ചോദിക്കുന്നില്ല? എന്തുകൊണ്ടാണ് അവർ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി അവർ വോട്ട് ചോദിക്കുന്നില്ല? Because what is today called the left front is actually not a left of center party at all. യഥാർത്ഥ കാരണം എന്താണ്? ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നവര് യഥാർത്ഥ ഇടതുപക്ഷമല്ല, പുരോഗമന ചിന്താഗതിക്കാരല്ല, അവര് വലതുപക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. In fact, the reason they are partnering with the BJP is because they are both corporate parties. രണ്ട് കക്ഷികളും, BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഈ അവസരവാദപരമായ നിലപാട് ഐക്യജനാധിപത്യ മുന്നണിക്കെതിരെ സ്വീകരിക്കുകയാണ്. They are no longer parties of the people. അവര് ജനങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ തന്നെയാണ് പരസ്യമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. And the proof is sitting on the stage here. People who are
left-minded are standing here with us today, and we are supporting them. യഥാർത്ഥ ഇടതുപക്ഷ ചിന്താഗതിക്കാർ ഈ സ്റ്റേജിലാണ് വരേണ്ടത് എന്നതിന്റെ തെളിവാണ് ഈ രണ്ട് നേതാക്കന്മാർ നമ്മോടൊപ്പം ഇരിക്കുന്നതിന്റെ കാരണം. Now you might ask me, how can I say that the BJP is supporting your chief minister? ഞാൻ ചോദിക്കുന്നു, എങ്ങനെയാണ് BJPക്ക് ഈ മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് പിന്തുണയ്ക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. I'll give you two proofs for this. അതിന് രണ്ട് തെളിവുകളുണ്ട്. BJP മുഖ്യമന്ത്രിയെ സഹായിക്കുന്നതിന് വ്യക്തമായ തെളിവുകൾ നമ്മളുടെ മുൻപിലുണ്ട്. The first is, wherever the prime minister goes, he talks about temples, he talks about religion, he talks about God. എവിടെയൊക്കെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്നുണ്ടോ അവിടെയൊക്കെ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പങ്കാളിത്തമുണ്ട്. അവരെല്ലാം പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നവരാണ്. But when he comes to Kerala, he does not raise the issue of Sabrimala temple. പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആ വിഷയം പ്രധാനമന്ത്രി സംസാരിക്കുന്നേയില്ല. CPM leaders stole gold from Sabrimala temple, replaced it with brass. No action has been taken against them. And the so-called defender of Hinduism comes to Kerala and says nothing about Sabrimala. CPM നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണം കട്ടെടുത്തു, അവരെ കേസിൽ കുടുങ്ങി. എന്നാൽ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ അവർക്കെതിരായി കമ എന്ന രാഷ്ട്രം മിണ്ടുന്നില്ല. ശബരിമല എന്ന വാക്ക് തന്നെ അവരെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, ഉപയോഗിക്കുന്നില്ല. Because he wants the left front to win the election in Kerala. പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം കേരളത്തിൽ ജയിക്കണമെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ശബരിമല എന്ന വാക്ക് ഉച്ചരിക്കാൻ മടിക്കുന്നത്. The second proof, whoever attacks the BJP, the RSS, whoever stands in front of them, opposes them, is brutally attacked. ആരൊക്കെ BJP എതിർക്കുന്നോ RSSനെ എതിർക്കുന്നോ അവരെ എതിർക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ തുനിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാണ് അവരെ പ്രാധാന്യം നൽകുന്നത്. I have 36 cases against me. My house was taken away. My membership of Lok Sabha was taken away. I was interrogated for 55 hours by the ED. എനിക്ക് 36 കേസുകൾ എനിക്കെതിരെയുണ്ട്. എൻ്റെ പാർലമെന്റ് അംഗത്വം അവർ റദ്ദ് ചെയ്തു. എന്നെ വീട്ടിൽ നിന്ന് അവർ ഒഴിവാക്കി. ഇപ്പോൾ ഇതാ 50-ലേറെ കേസുകൾ എനിക്കെതിരെയുണ്ട്. എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടി എനിക്കെതിരായി BJPയോടൊപ്പം സഖ്യം ചേരുകയാണ്. അവരെന്നെയാണ് ആക്രമിക്കുന്നത്, എനിക്കെതിരെയാണ് അവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. If the chief minister of Kerala is really standing against the BJP, then explain to me why there is no action taken on his corruption cases. Explain to me how his children are not interrogated. Explain to me how he is not attacked. മുഖ്യമന്ത്രി BJP എതിർക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് BJP മുഖ്യമന്ത്രിയുടെ മക്കൾക്കെതിരെയുള്ള കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണ കേസുകളിൽ അദ്ദേഹത്തെ രക്ഷിക്കുന്നത്? എന്തിനാണ് ലാവലിൻ കേസ് പലവട്ടം നീട്ടിക്കൊണ്ടുപോകുന്നത്? മുഖ്യമന്ത്രി കുടുങ്ങുന്ന കേസുകളിൽ കേന്ദ്ര ഗവൺമെന്റ് മുഖ്യമന്ത്രിയെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. അത് പരസ്യ ബന്ധത്തിന്റെ തെളിവാണ്. The reason is that the BJP wants CPM to be in power over here, because they know they can control the CPM. They know that they cannot control the UDF and the Congress. BJPക്ക് കേരളത്തിൽ CPMന്റെ ഭരണം തുടരാനാണ് താല്പര്യം. കാരണം എന്താണ്? അവർക്ക് CPMനെ നിയന്ത്രിക്കാൻ സാധിക്കും. അവർക്കറിയാം അവർക്കൊരിക്കലും കോൺഗ്രസിനെയോ UDFനെയോ നിയന്ത്രിക്കാൻ BJPക്ക് കഴിയില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. And Modi knows that only the Congress can challenge him across the nation. The CPM can never challenge Narendra Modi across the nation. മോഡിക്ക് നന്നായി അറിയാം കോൺഗ്രസിന് മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയെ എതിർക്കാൻ, മതേതരത്വത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ്. CPMന് അതിന് കഴിയില്ല എന്ന് നരേന്ദ്രമോദിക്ക് നന്നായിട്ട് അറിയാം. You are all aware of the deal that Narendra Modi signed with Donald Trump, the so-called India-US trade deal. നിങ്ങൾക്കറിയാം അമേരിക്കയുമായിട്ട്
നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്ന വ്യാപാര കരാർ അത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരാണ്. നിങ്ങൾക്ക് ആ കാര്യം നന്നായിട്ടറിയാം. Essentially, Narendra Modi has signed away India's future to America. ഇന്ത്യ രാജ്യത്തിന്റെ ഭാവിക്കെതിരെയാണ് നരേന്ദ്രമോദി ഇത്തരത്തിൽ അമേരിക്കയുമായി ഒരു തെറ്റായ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. He has done 3 or 4 things from which India will really struggle to recover. 2-3 കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളുടെ ലംഘനമാണ്. നമ്മുടെ കാർഷിക മേഖലയെ രാജ്യത്തെ തകർക്കുന്ന നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. First, he has opened Indian agriculture to America. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ കാർഷിക മേഖലയെ നരേന്ദ്രമോദി പൂർണ്ണമായും അമേരിക്കയ്ക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. Indian farmers with small farms and low levels of mechanization are now going to have to compete with massive American farms with high mechanization. ഇന്ത്യയിലെ കൃഷിക്കാർക്ക് യന്ത്രവൽക്കരണത്തിൻ്റെതായ വലിയ ഭീഷണിയാണ്. അമേരിക്കയിലെ യന്ത്രവൽക്കരണത്തിൻ്റെതായ കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണത്തിലൂടെ ഇന്ത്യയിലെ കർഷകർ അവരുടേതായ കാർഷിക വൃത്തിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. The result will become obvious soon. Indian farmers are going to be crushed. നമ്മുടെ രാജ്യത്തെ കർഷകർ അതിന്റെ ഫലമായിട്ട് ഞെരുക്കപ്പെടും. അവർ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടപ്പെടുക. Rubber farmers, corn farmers, soya farmers, fruit farmers are all facing this threat. റബ്ബർ കർഷകര്, പഴം പച്ചക്കറി കർഷകര്, സോയാബീൻ കർഷകര്, ഇവരെല്ലാവരും ഈ പ്രതിസന്ധിയെ നേരിടുന്നവരായി മാറുകയാണ്. The second thing Narendra Modi has done, and this is going to affect every single person in the coming weeks and months, is he has signed away India's energy security. മറ്റൊരു കാര്യം, ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ദ്രോഹിക്കുന്ന മറ്റൊരു കരാറിലാണ് നരേന്ദ്രമോദി ഏർപ്പെട്ടിട്ടുള്ളത്. You'll be amazed to know that India can no longer buy oil from who it wants. It has to take permission from the United States before buying oil. ഇന്ത്യ രാജ്യത്തിന് അമേരിക്കയ്ക്ക് കമ്മീഷൻ നൽകേണ്ട, അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ട ഒരു ദുർഗതിയിലേക്കാണ് നരേന്ദ്രമോദി രാജ്യത്തെ ഈ കരാറുകളിലൂടെ തള്ളിവിടുന്നത്. America cannot buy oil from Russia, Iran, Iraq before taking permission from America. അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ഇടപെടാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ സാമ്പത്തിക മേഖലയിൽ കടന്നു കയറുന്നതിന് അമേരിക്കയ്ക്ക് പ്രത്യേക അനുമതി ആവശ്യമില്ല. ഈ കരാർ തന്നെ അമേരിക്കയ്ക്ക് അതിനാവശ്യമായ പ്രാപ്തി നൽകും. And now you are going to face, we are all going to face the consequences of this decision. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ ഓരോരുത്തരും, ഇന്ത്യ രാജ്യത്തെ ഓരോ വ്യക്തിയും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. There is a war in the Middle East and you will see the results of Narendra Modi's decision in the coming weeks and months. നരേന്ദ്രമോദിയുടെ തെറ്റായ തീരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ അടുത്ത മാസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾ മനസ്സിലാക്കും. അത് രാജ്യത്തെ പൗരന്മാർക്ക് അപകടം വരുത്തുന്നതാണ്. Narendra Modi has also committed to Donald Trump that India will buy 9 lakh crores of American products every year. നരേന്ദ്രമോദി മറ്റൊരു കരാറ് 9 ലക്ഷം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ എല്ലാ വർഷവും വാങ്ങുന്നതാണ് എന്ന് നരേന്ദ്രമോദി ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. Imagine what is going to happen to India's small and medium businesses who are going to be wiped out as a result of this decision. ഈ അമേരിക്കയുമായിട്ടുള്ള ഈ കരാറിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ നിന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തുടച്ചു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. Here we are fighting for employment of people of Kerala, and there Mr. Narendra Modi is handing away our entire production system. നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉൽപാദകർക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നരേന്ദ്രമോദി ഈ രാജ്യത്തെ ഉൽപാദകർക്കെതിരായ കർശനമായ നിലപാടാണ്, ദ്രോഹ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. And the reason Narendra Modi has signed this deal is very simple. Everybody knows this deal is not in the interest of the people of India. Everybody knows why Narendra Modi has signed this deal with Donald Trump. എല്ലാവർക്കും അറിയാം എന്താണ് ഈ കാര്യം.
ഇത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല നരേന്ദ്രമോദി അമേരിക്കയുമായി ഈ തെറ്റായ കരാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. The reason is very simple. The first reason is Epstein. There are 3.5 million Epstein files that are still hidden. America is threatening to release them and destroy Narendra Modi's image. കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ നരേന്ദ്രമോദി പറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അമേരിക്ക സംരക്ഷിക്കും. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ തെറ്റായ ഈ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. And the second, even more powerful reason is Adani. അദാനിക്ക് സഹായം ചെയ്തു കൊടുക്കുക. അദാനിയാണ് ഇതിലെ രണ്ടാമത്തെ കക്ഷി. അദാനിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ തള്ളി പറഞ്ഞിട്ടുള്ളത്. Brothers and sisters, please understand, Adani is not a normal company. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, അദാനി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യവസായിയല്ല, ഒരു സാധാരണ കമ്പനിയല്ല. അദാനിയുടെ കമ്പനി. No normal company can grow the way Adani has grown over the last 10 years. ഒരു സാധാരണ കമ്പനിക്കും അദാനി ചെയ്തിട്ടുള്ള ഈ തട്ടിപ്പുകളും വെട്ടിപ്പുകളും കഴിഞ്ഞ 10 കൊല്ലത്തെ അത് സാധാരണ ഒരു കമ്പനിക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ്. Adani is the financial architecture of the BJP. അദാനി തന്നെയാണ് ബിജെപിയുടെ സാമ്പത്തിക സ്രോതസ്. അദാനി തന്നെയാണ് ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിയെ സാമ്പത്തികമായി സംരക്ഷിക്കുന്നത്. അദാനി തന്നെയാണ്. And the United States and Donald Trump understand this very well. അമേരിക്കക്കറിയാം, ട്രംപിനറിയാം, അദാനിയാണ് ബിജെപിയുടെയും നരേന്ദ്രമോദിയുടെയും സഹായി എന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. That is why they have put a case, a criminal case on Mr. Adani in the United States. അതുകൊണ്ടാണ് അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ പോലും ഇല്ലാതാക്കാൻ അമേരിക്ക സഹായിക്കുന്നതിന്റെ കാരണം അവർക്കറിയാം അദാനിയാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സഹായി എന്ന് അമേരിക്ക. But the case is not targeted at Adani. The case is targeted at Modi and the BJP. ഈ കേസ് അദാനിക്കെതിരെയുള്ള കേസ് മാത്രമല്ല, ഈ കേസ് നരേന്ദ്രമോദിക്കും ബിജെപിക്കുമെതിരെ ഉന്നം വയ്ക്കുന്ന കേസുകൾ തന്നെയാണ്. That is why Donald Trump can abuse the Prime Minister of India. That is why Donald Trump can publicly say that I can destroy Narendra Modi anytime I want. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെയും ഇന്ത്യയും അവഹേളിക്കുന്നത്. ട്രംപ് അവകാശപ്പെടുകയാണ്, എനിക്ക് മോഡിയെ എങ്ങനെയും നിയന്ത്രിക്കാം, അദ്ദേഹത്തെ എങ്ങനെയും അവഹേളിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ച് പറയുകയാണ്. And you yourself saw what happened when I raised these points in Parliament House. പാർലമെന്റിൽ ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. I was not allowed to speak for 4 hours. എനിക്ക് 4 മണിക്കൂർ എന്നെ പ്രസംഗിക്കാനേ സമ്മതിച്ചില്ല. And eventually the Prime Minister ran away, physically ran away from the Lok Sabha. പ്രധാനമന്ത്രി നേരിട്ട് ഹാജരാകാതെ അദ്ദേഹം ഒളിച്ചോടി. ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാതെ അദ്ദേഹം ഈ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. The short point is that Donald Trump controls Narendra Modi and Narendra Modi does whatever Donald Trump says. നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപ് പറയുന്ന എല്ലാ കാര്യവും ചെയ്യേണ്ടി വരും. അതാണ് ഇതിന്റെ യഥാർത്ഥ കാര്യം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് എന്ന കാര്യത്തിൽ സംശയം. And the same way Donald Trump controls Narendra Modi, Narendra Modi controls the Chief Minister of Kerala. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ട്രംപ് എങ്ങനെ മോഡിയെ കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ മോഡി കേരളത്തിലെ പിണറായി വിജയനെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Chief Minister of Kerala knows that Narendra Modi is not acting on his cases. Chief Minister of Kerala knows that Narendra Modi has the key to putting the Chief Minister in jail right now. മുഖ്യമന്ത്രിക്ക് നന്നായിട്ടറിയാം നരേന്ദ്രമോദി എല്ലാ കേസുകളിൽ നിന്നും മുഖ്യമന്ത്രിയെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ ജയിലിൽ പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയാണ് എല്ലാ സഹായവും ഒത്താശയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. And that is why you will hear Rahul Gandhi and the Congress party attacking Narendra Modi, but you will never hear the Chief Minister of Kerala
attacking Narendra Modi. And you will never hear Narendra Modi attacking the Chief Minister of Kerala. നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും നരേന്ദ്രമോദിയെ എതിർക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനും കാണാനും സാധിക്കും. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി എതിർക്കുന്നു, നരേന്ദ്രമോദി മുഖ്യമന്ത്രി എതിർക്കുന്നു, ഒരിക്കലും നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ കഴിയില്ല. The Congress party has committed 5 guarantees to the people of Kerala. കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ ജനങ്ങൾക്ക് 5 ഗ്യാരണ്ടികൾ, 5 വാഗ്ദാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. These are guarantees that are designed to protect the people of Kerala. ഇത് കേരളത്തിലെ ജനങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഗ്യാരണ്ടികളാണ്, ഉറപ്പുകളാണ്. These are guarantees that are designed to help young people start businesses. ഇത് ചെറുപ്പക്കാർക്ക്, തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉറപ്പുകളാണ് കോൺഗ്രസ് പാർട്ടിയും UDFും നൽകുന്നത്. These are guarantees that are designed to free the imagination of the women of Kerala. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള വാഗ്ദാനങ്ങളും ഉറപ്പുകളുമാണ് കോൺഗ്രസ് നൽകുന്നത്. The first guarantee, and I can see many women here today, the first guarantee is free travel in Kerala's buses for all our women. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒന്നാമത്തെ ഗ്യാരണ്ടി നമ്മുടെ സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് കേരള KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ് ഒന്നാമത്തെ ഗ്യാരണ്ടി. We want you to travel freely, whatever you want to do, whether you want to go to college, university, whether you need to go shopping, whether you want to go to work, we want you to go comfortably and feel protected. That is why all women will travel for free in Kerala's buses the day the UDF government comes to power. നമ്മുടെ സഹോദരിമാരെ എവിടെ പോകണമെങ്കിലും, കോളേജിൽ പോകണമെങ്കിൽ, മാർക്കറ്റിൽ പോകണമെങ്കിൽ, ആശുപത്രിയിൽ പോകണമെങ്കിൽ, ബന്ധുവീട്ടുകളിൽ പോകണമെങ്കിൽ, എവിടെ പോകണമെങ്കിലും നമ്മുടെ സഹോദരിമാർക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര UDF അനുവദിക്കുന്നതാണ്. The second guarantee also for women is 1,000 rupees a month for every single college and university going girl in the state of Kerala. രണ്ടാമത്തെ ഗ്യാരണ്ടി, കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് മാസാമാസം 1000 രൂപ വീതം ഗവൺമെന്റ് നൽകും. അതാണ് രണ്ടാമത്തെ ഗ്യാരണ്ടി, രണ്ടാമത്തെ ഉറപ്പ്. അതാണ് Kerala, the backbone of Kerala is its women, and that is why we want to protect them and make them comfortable. കേരളത്തിന്റെ ശക്തി നമ്മുടെ സഹോദരിമാരാണ്. അവരെ സംരക്ഷിക്കുന്നതിനാണ് ഈ പദ്ധതികൾ, ഈ വാഗ്ദാനങ്ങൾ, ഈ ഉറപ്പുകൾ കോൺഗ്രസ് പാർട്ടിയും UDFും മുന്നോട്ട് വെക്കുന്നത്. Now young men are going to say, you are giving women 1,000 rupees a month, you are giving them free bus travel, what about us? നിങ്ങൾക്ക് 1000 രൂപ മാസം കിട്ടുക മാത്രമല്ല, നിങ്ങൾക്ക് KSRTCയിൽ സൗജന്യ യാത്രാ സൗകര്യം ഉണ്ടാക്കി തരിക മാത്രമല്ല, മറ്റ് ക്ഷേമ പദ്ധതികളും ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് നടപ്പിലാക്കുക തന്നെ ചെയ്യും. We are going to give interest-free loans of up to 5 lakh rupees for any youngster, boy or girl, who wants to start a business. എല്ലാ യുവതി യുവാക്കൾക്കും സംരംഭങ്ങൾ തുടങ്ങുന്നതിന് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്, ഉറപ്പ് നൽകുകയാണ്. Narendra Modi and your chief minister partner with big businesses to destroy small and medium businesses. We are going to give funding to small businesses, medium businesses, and ensure that unemployment is tackled in this state. നരേന്ദ്രമോദിയും പിണറായി വിജയനും ചെറുകിട ഇടത്തര വ്യാപാര വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളെ തകർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ UDFും കോൺഗ്രസും ചെറുകിട ഇടത്തരം വ്യാപാര വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. For senior citizens, we have committed that we are going to have a dedicated ministry for them, and we are going to increase their welfare pension to 3,000 rupees. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി അവരുടെ ക്ഷേമ പദ്ധതി 3000 രൂപയായി ക്ഷേമ പെൻഷൻ ഉയർത്താൻ തീരുമാനിക്കുന്നു. മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേകമായ അവരുടെ ക്ഷേമത്തിനായി ഒരു വകുപ്പ് തന്നെ, ഒരു പ്രത്യേക വകുപ്പ് തന്നെ പ്രവർത്തിക്കുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുകയാണ്. This election is an election between different types of values. ഇത് 2 മൂല്യങ്ങൾ തമ്മിലുള്ള മത്സരമാണ്, വ്യത്യസ്തങ്ങളായ 2 ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. Kerala
has a particular tradition. I was member of parliament here for 5 years. I understood the value system of the people of Kerala. കേരളത്തിന് ഒരു പ്രത്യേകമായ പാരമ്പര്യമുണ്ട്. 5 വർഷക്കാലം വയനാടിൻ്റെ എം പി ആയി പ്രവർത്തിച്ചതുകൊണ്ട് എനിക്കറിയാം കേരളത്തിൻ്റെ മൂല്യങ്ങൾ, കേരളത്തിൻ്റെ നന്മ എനിക്ക് നേരിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ച കാര്യമാണ്. Kerala always chooses love over hatred. കേരളം എപ്പോഴും സ്നേഹമാണ്, വെറുപ്പല്ല, ശത്രുതയല്ല കേരളത്തിന്റെ മുദ്രാവാക്യം. കേരളത്തിന്റെ പ്രവർത്തന ശൈലി നന്മയുടേതാണ്, വെറുപ്പിൻ്റെതല്ല. Happiness over anger. Happiness over anger. നമ്മുടെ വെറുപ്പിനേക്കാൾ ദേഷ്യത്തെക്കാൾ നമ്മൾ സ്നേഹത്തിനും നന്മയ്ക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. Humility over arrogance. നമുക്ക് എളിമയാണ്, നമുക്ക് ധിക്കാരത്തെക്കാൾ അഹങ്കാരത്തെക്കാൾ എളിമയാണ് മലയാളികളുടെ മുഖമുദ്ര. Unity and brotherhood over division. നമുക്ക് ഐക്യമാണ്, നമ്മൾ എതിർപ്പിനേക്കാൾ വിഭാഗീയ ചിന്താഗതിയേക്കാൾ ഐക്യത്തിനാണ് നമ്മൾ പ്രാമുഖ്യം നൽകുന്നത്. Kerala has always been a non-violent place. All your leaders, people like Narayana Guru, spoke about unity, spoke about love, spoke about affection. None of them preached hatred and violence. കേരളം എപ്പോഴും സമാധാനത്തിന്റെ ഒരു സന്ദേശമാണ് കേരളത്തിന്റെ പാരമ്പര്യം. നാരായണ ഗുരുസ്വാമിയെ പോലുള്ള ആളുകൾ നമുക്ക് സമാധാനത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതാണ് കേരളം മുറുകെ പിടിക്കുന്ന സന്ദേശം. The partnership of the BJP and the left front propagates hatred, violence, anger and arrogance. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ഈ സമാധാനത്തിന് പകരം അവർ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർ വെറുപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അവർ ജനങ്ങളുടെ ഐക്യത്തിന് പകരം ജനങ്ങളുടെ വിഭാഗീയതയാണ് അവരിഷ്ടപ്പെടുന്നത്. അതിനെയാണ് അവർ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. While the UDF brings people together, preaches love, affection and kindness. UDF ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും മാതൃകയിൽ മുന്നോട്ട് പോകാനുള്ള സന്ദേശമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകുന്നത്. We are approaching a dangerous time. നമ്മൾ അതിനുവേണ്ടി ആളുകളെ സമീപിക്കുകയാണ്. ഇന്നത്തെ പ്രതികൂല സാഹചര്യങ്ങളെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ള മോചനമാണ് UDF ആഗ്രഹിക്കുന്നത്. The world is becoming unstable. നമ്മളുടെ ലോക രാജ്യങ്ങളിൽ തന്നെ ഇന്ന് വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. You can see the tragedy that is unfolding in the Middle East. മിഡിൽ ഈസ്റ്റിൽ, ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. In times like this, it is important to keep people together, to be humble, to be safe. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ശാന്തരാകാൻ, വിനയാന്വിതരാകാൻ, ഐക്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മൾ നൽകേണ്ട സന്ദേശം. We have to fix the unemployment problem that the left has created. ഇടതുപക്ഷം ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിഭാഗീയതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. And the UDF is best positioned to do that. ഇതിന് പരിഹാരമുണ്ടാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ് സാധിക്കുക. The final guarantee that I left for last is our new healthcare scheme. ഇന്നത്തെ ഏറ്റവും അവസാനം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ ആരോഗ്യ മേഖലയിലുള്ള വലിയ പ്രതിസന്ധിയാണ്. Everybody has somebody who falls ill in their family, some loved one who falls ill. എല്ലാ വീടുകളിലും ഓരോരുത്തർക്കും ഉണ്ട് ബന്ധുക്കള്, വീട്ടുകാര്, സുഹൃത്തുക്കളെ, അയൽവാസികളെ, ആരെങ്കിലും രോഗികളായിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ രോഗികൾ, നമ്മുടെ അടുത്ത ആളുകൾ രോഗികളായിട്ടുണ്ട്. The UDF government is going to guarantee 25 lakh rupees health insurance for every single family in Kerala. അതിന് ഒരു പരിഹാരം UDF ഒരു ചികിത്സയ്ക്കായിട്ട് 25 ലക്ഷത്തിന്റെ ഒരു ഇൻഷുറൻസ് സ്കീം ഗ്യാരണ്ടിയായി ഐക്യ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കുകയാണ്. So that anybody who falls sick, anybody who is ill is protected. ആർക്കെങ്കിലും അസുഖം വന്നാൽ അവരെ സംരക്ഷിക്കാൻ, അവരെ സഹായിക്കാൻ 25 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ഗ്യാരണ്ടി UDF ഏർപ്പെടുത്തുന്നതായിരിക്കും. The money that is going to be generated is also going to reinvigorate the healthcare scheme, ഇതിനാവശ്യമായ പണം healthcare system. ഈ ആരോഗ്യ മേഖലയുടെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സ്രോതസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ് UDF മുന്നോട്ട് വെച്ചിട്ടുള്ളത്. And repair the damage that the LDF government has done to it. ഇതുവരെ ഇടതുപക്ഷം ചെയ്തിട്ടുള്ള
നാശനഷ്ടങ്ങളുണ്ട്. അവര് ഈ ആരോഗ്യ മേഖലയെ താർക്കിയാണ് ചെയ്തിട്ടുള്ളത്. അതിന് പരിഹാരമുണ്ടാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. In conclusion, I want to thank the people of Kerala for what they have taught me and given me. എല്ലാവർക്കും, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ നന്മയുടേതായ സന്ദേശം ഉൾക്കൊള്ളുന്നതിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. I spent 5 years here as Member of Parliament, and I must tell you, you showed me this election is a fight between two ideologies. The ideology of the left front, CPM, and the ideology of the UDF and the Congress Party. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം, രണ്ടാശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏകാധിപത്യത്തിന്റെ ആശയം. മറ്റൊന്ന്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആശയം. ഈ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ്. And for the first time, we are seeing that there is a partnership between the BJP and the left front. നമ്മൾ ആദ്യമായിട്ട് കാണുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു ബന്ധം, ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു കൂട്ടുകച്ചവടം കേരളത്തിൽ അവരേർപ്പെട്ടിരിക്കുകയാണ്.